റഷ്യ യുക്രൈൻ യുദ്ധം ഗുരുതരമായ ഘട്ടത്തിലേക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ റഷ്യൻ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 27 പേർക്ക് പരിക്കേറ്റു. തുടർന്ന് തലസ്ഥാനത്ത് 1 മണിക്കൂറിലധികം വ്യോമാക്രമണത്തിന് മുന്നറിയിപ്പ് നൽകി യുക്രൈൻ. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ആരംഭിച്ച മിസൈൽ ആക്രമണത്തിൽ 7 സുപ്രധാന കേന്ദ്രങ്ങൾ തകർന്നു. നഗരമധ്യത്തിലെ വെയർഹൌസ് കെട്ടിടങ്ങൾ തകർന്നതിനെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി. അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുള്ളതിനാൽ രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് കീവ് മേയർ അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് അമോണിയ ചോർച്ചയുണ്ടായതും ആശങ്ക സൃഷ്ടിച്ചു. റഷ്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ശക്തമാക്കിയതോടെ കൂടുതൽ പാട്രിയോട്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകണമെന്ന് ഉക്രൈൻ സഖ്യകക്ഷികളോട് അഭ്യർത്ഥിച്ചു. ജൂലൈയിൽ മാത്രം റഷ്യ മിസൈൽ ആക്രമണങ്ങൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മറുഭാഗത്ത് റഷ്യൻ അതിർത്തിക്കുള്ളിലും യുക്രൈൻ പ്രത്യാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. മോസ്കോ മേഖലയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഇരുപക്ഷവും ദീർഘദൂര ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ 2022 യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന സിവിലിയൻ മരണനിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നതെന്നും ഐക്യരാഷ്ട്രസഭ ആശങ്ക പ്രകടിപ്പിച്ചു.